അന്താരാഷ്ട്ര ഫൈറ്റർ ഡ്രഗ് കടത്തിന് പിന്നിൽ കൂടുതൽ മലയാളികൾ. നേരത്തെ പിടിയിലായവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം കൂടുതൽ മലയാളികളിലേക്ക് നീങ്ങുന്നത്. 1000 കോടിയോളം രൂപ വില വരുന്ന മയക്കുമരുന്നാണ് പിടികൂടിയത്. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ഒപ്പം ശരിയാണ്. മിഥുൻ, ഇവിടെയും മലയാളികളുണ്ട്. നോക്കൂ, മയക്കുമരുന്ന് ശൃംഖലയുടെ ഏതൊരു തലപ്പത്തോ അല്ലെങ്കിൽ കണ്ണികളായോ ഒക്കെ വ്യാപിക്കുകയാണ് മലയാളികളുടെ വലിയ സംഘം, അല്ലേ? നമ്മൾ അഭിമാനപൂർവ്വം പറഞ്ഞിരുന്ന ഒന്നായിരുന്നു കുറച്ച് കാലം മുമ്പ് വരെ. പക്ഷേ അതിപ്പോൾ അത് നേരെ തിരിഞ്ഞ് ഒരു അപമാനത്തിൻ്റെതായിട്ടുള്ള രീതിയിലേക്ക് എത്തിച്ചെന്നിരിക്കുന്നു എന്നുള്ളതാണ് സമീപകാല സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് കൃഷ്ണരാജ്. കാരണം ഇപ്പോൾ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഇപ്പോൾ ഏതാണ്ട് 1000 കോടി രൂപയുടെ ഒരു ഫൈറ്റർ ഡ്രഗ്, അതൊരു മാരക മയക്കുമരുന്നായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ്. അത് 30,000 കിലോ വരുന്ന 12 കോടി ട്രാമഡോൾ ഹൈഡ്രോക്ലോറൈഡ് ഗുളികകൾ കടത്താൻ ശ്രമിച്ച സംഘത്തിലെ 2 പേരെ പിടികൂടിയിരുന്നു. ഒന്ന് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ഉമേഷ് കുമാർ, മറ്റൊന്ന് മലപ്പുറം സ്വദേശിയായിട്ടുള്ള ഫിർദോസ് എന്നിവരായിരുന്നു ഈ പിടികൂടിയത്. ഇവരെ പിടികൂടിയത് തന്നെ ഒരു സിനിമ സ്റ്റൈൽ ചേസിങ്ങിലൂടെയായിരുന്നു. വൈക്കം മുതൽ തുടങ്ങിയ ആ ഒരു ചേസിങ് ഈ ലുലു മാളിന് മുമ്പിൽ വെച്ചാണ് വാഹനം കുറുകയിട്ട് പിടികൂടാൻ സാധിച്ചത്. ഇങ്ങനെ 2 പേരെ പിടികൂടിയിരുന്നു. ഇതിൽ കൂടുതൽ മലയാളികൾ ഉണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇവരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കേന്ദ്ര നാർക്കോട്ടിക്സ് ബ്യൂറോയ്ക്കും അതുപോലെ തന്നെ മറ്റ് കസ്റ്റംസിനെയും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് NCBയും DRBയും നേരത്തെ പിടികൂടിയ രാജ്യാന്തര ലഹരി സംഘങ്ങൾക്ക് ഈ ഫൈറ്റർ ഡ്രഗുമായി ബന്ധപ്പെട്ടുള്ള കടത്ത് കേസുകളിലും ബന്ധമുണ്ടോ എന്ന് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണത്തിലാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു വേട്ട തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ഈ മയക്കുമരുന്ന് വേട്ടയുമായി ബന്ധപ്പെട്ടത്. ഇതൊരു ലഘുവേദന സംഹാരിയായി അല്ലെങ്കിൽ അത്തരത്തിൽ മെഡിക്കൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ്. അതാണ് ഇത്തരത്തിൽ മയക്കുമരുന്ന് എന്ന രീതിയിൽ ഉപയോഗിക്കുന്നത്. ഇത് വിദേശത്തേക്ക് കടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി സ്വരൂപിച്ചിരുന്ന ഈ മയക്കുമരുന്നുകളായിരുന്നു ഇതാണ് പിടികൂടാൻ സാധിച്ചത്. വലിയൊരു ശൃംഖലയുടെ കണ്ണിയിറക്കാൻ സാധിച്ചു. പക്ഷേ ഇതിൻ്റെ ഏറ്റവും ഉറവിടങ്ങളിലേക്ക് പോകണമെങ്കിൽ ഇത്തരത്തിലുള്ള വിശദമായിട്ടുള്ള അന്വേഷണം ആവശ്യമാണ്. ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് കൂടുതൽ മലയാളികൾ ഉണ്ട് എന്നുള്ള ഒരു സൂചന ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ബംഗളൂരു കേന്ദ്രീകരിച്ച് ഇതിൻ്റെ ഇടപാടുകൾ നടത്തുന്നത് മലയാളികളാണ് എന്നുള്ള വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും അന്വേഷണം വിവിധ കേന്ദ്ര ഏജൻസികൾ സംയോജിപ്പിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണം നടക്കുകയാണ്. ശരി മിഥുൻ.